ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിനെതിരെ പ്രചാരണവുമായി ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന ഒപ്പമുണ്ടെന്ന് പറയുന്നതല്ലാതെ നീതി ലഭിച്ചില്ല. അവഗണിച്ച് അപമാനിച്ചു വിടുന്ന ജനപ്രതിനിധികളെ നമുക്ക് വേണ്ട. അബിൻ വർക്കി വലിയ പിന്തുണ നൽകിയിരുന്നുവെന്നും ഹർഷിന പറഞ്ഞു. തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലെന്നും ഹർഷിന വ്യക്തമാക്കി. ഞാൻ 5 വർഷം വയറിൽ കത്രിക പേറി ജീവിച്ചതിനേക്കാൾ ഇപ്പോഴനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാളേറെ ഞാൻ അനുഭവിച്ച മാനസിക വേദനയാണ്. ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരാൾക്ക് നീതി ഇന്ന് ലഭ്യമാകും നാളെ ലഭ്യമാകുമെന്ന് കാത്തു നിന്നിട്ട് ഒരു തരത്തിലുള്ള നീതി എത്തിയില്ല. അഹങ്കാരത്തിൻ്റെ ഒരു ശബ്ദമാണ് നമുക്കിപ്പം കേൾക്കാൻ കഴിയുന്നത്. ഇതുവരെ നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും രൂപത്തിൽ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നുള്ളത്. ഞാനൊരു അമ്മയാണ്. ഹർഷിന അനുഭവിച്ച വേദന ഒരിക്കലും ഒരാൾ അനുഭവിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും അർഹമായ നഷ്ടപരിഹാരവും ചെയ്തവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെയ്തവർക്കെതിരെ ഇന്ന് വരെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് അർഹമായ നഷ്ടപരിഹാരമോ നമുക്ക് നൽകേണ്ട നീതിയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, ആദ്യം അബിൻ വർക്കിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണം കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ഉഷയാണ്. കത്രിക വയറ്റിൽ ഇതേപോലെ സമാനമായി കുടുങ്ങിയ മറ്റൊരാളാണ്. ഇപ്പോൾ ഹർഷിന എത്തിയിരിക്കുകയാണ്. വീണ ജോർജിനെതിരെ പ്രചാരണവുമായി ഇവരെ രണ്ടുപേരെയും തന്റെ പാളയത്തിലാക്കി ഈ ഒരു പ്രചരണ രംഗത്തെ ആ രീതിയിൽ വീണ ജോർജിനെതിരെ തിരിക്കുകയാണ് അബിൻ വർക്കി ചെയ്തത് എന്നുള്ളതാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്വാധീന രാവിലെയാണ് ഇത്തരത്തിൽ അബിൻ വർക്കിയുടെ പ്രചരണ പരിപാടികൾക്കായി ആറന്മുള മണ്ഡലത്തിൽ ഹർഷിന എത്തിയത്. ശേഷം വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു. ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരെത്തി അബിൻ വർക്കിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഹർഷിന അത്തരത്തിൽ രാവിലെ പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും വീണ ജോർജിനെതിരെയും തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തിന്റെ കാര്യമൊക്കെ ആയിരുന്നു അവർ പറയുന്നത്. ഈ ആറന്മുള മണ്ഡലത്തിലെത്തി ഹർഷിനയ്ക്ക് സംസാരിച്ചേ മതിയാകൂ, ഒപ്പമുണ്ട് എന്ന് മാത്രമായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ തനിക്ക് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ വളരെ മോശമായ അനുഭവമാണ് കഴിഞ്ഞ നാളുകളിൽ അവർക്കുണ്ടായത്. അതിന്റെ അനുഭവത്തിൽ നിന്നുമാണ് താൻ ആറന്മുളയിലേക്ക് എത്തുന്നത്. അവഗണിച്ച് അപമാനിച്ച് വിടുന്ന ജനപ്രതിനിധികളെയല്ല വേണ്ടത് എന്ന തരത്തിലായിരുന്നു വീണ ജോർജിനെതിരെ ഒരു പ്രതികരണം ഹർഷിന നടത്തിയത്. മാത്രമല്ല അബിൻ വർക്കി വലിയ തരത്തിലുള്ള പിന്തുണ നൽകിയെന്ന് ഹർഷിന പറയുന്നു. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് നിലവിൽ ഇവിടെ എത്തിയത്. വിഷയത്തിൽ പരിഹാരം കാണേണ്ടത് കോടതിയല്ല എന്നും ആരോഗ്യ വകുപ്പാണ് പരിഹാരം കാണേണ്ടതെന്നും പറയുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും തനിക്ക് നീതി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി മത്സരിക്കുന്ന ആറന്മുള മണ്ഡലത്തിലെത്തി എതിർ സ്ഥാനാർത്ഥിയായ അബിൻ വർക്കിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഹർഷിന. ശരി ശ്രീരാജ്.